എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബംഗാളി ഡിഷായ ദഹി ബൈഗാൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോണ്ടല്ലോ നല്ല വലിയൊരു വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനത് മുഴുവനൊന്നും എടുക്കുന്നില്ല, ഒരു ചെറിയ കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളേ. അപ്പോൾ അത് കഴുകിയിട്ട് നമുക്കത് ആദ്യം ഒന്ന് ഇതുപോലൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. എത്രത്തോളം കനം കുറച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് കനം കുറച്ച് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വഴുതനങ്ങയെല്ലാം നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പും എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഗരം മസാലയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ ഇതിലുമായിട്ട് മസാലയിൽ നല്ല രീതിക്കൊന്ന് പുരട്ടി മാറ്റി മാറ്റി വെക്കാവേ. അങ്ങനെ നമ്മൾ എല്ലാ വഴുതനങ്ങയും നന്നായിട്ടൊന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ എത്തുന്ന രീതിയിലൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഓരോ വഴുതനങ്ങ കഷ്ണങ്ങളും ഇതിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ തീ കൂട്ടി വയ്ക്കേണ്ട, മാക്സിമം ലോ ഫ്ലെയിമിലിട്ട് എണ്ണ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനത്തെ നമ്മുടെ വഴുതനങ്ങയെല്ലാം ഒരു സൈഡ് ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് വീണ്ടും മറിച്ചിട്ട് കൊടുക്കുകയാണേ. അങ്ങനത്തെ നമ്മുടെ വഴുതനങ്ങ 2 സൈഡും അത്യാവശ്യം നല്ല രീതിക്കൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാവേ. അങ്ങനത്തെ എല്ലാ വഴുതനങ്ങയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് തൈര് എടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള തൈരുമാണ്, വലിയ പുളിയും ഇല്ലാത്തതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് ഈ തൈര് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാവേ. ലൂസാക്കി എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കുണ്ടല്ലോ ഒരു സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാവേ. അപ്പോഴത്തേക്കും ഈ തൈരിൽ ഈ വഴുതനങ്ങ കടന്നിട്ട് ഒന്നുകൂടെ സോഫ്റ്റ് ആവുകയും ചെയ്യും. ആ തൈരിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. ഈ സമയം കൊണ്ട് നമുക്കിത് വീണ്ടും ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നല്ല ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാവേ. ജീരകം പൊട്ടി വരുമ്പോഴത്തേക്കും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 8-10 കുഞ്ഞുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനൊരു കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വരുമ്പോഴത്തേക്ക് 1 സ്പൂൺ കശ്മീരി മുളക് പൊടി, അത് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്, അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമ്മുടെ തൈരിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തൈരിൻ്റെ മിക്സിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലും വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ തൈര് മൊത്തം കളർ ചേഞ്ച് ആവും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മളിത് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വഴുതനങ്ങ ചിലപ്പോൾ ഒന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ദഹി ബൈഗാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലുണ്ടല്ലോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഈ കറി സൂപ്പർ ടേസ്റ്റാണ്. എരിവ് വലുതായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.